നമസ്കാരം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് വരെ നമ്മുടെ നാട്ടിലൊരു വി ഐ പി കൾച്ചർ നിലനിന്നിരുന്നു. ഇത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടമായിരുന്നു. അതായത് ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും രണ്ടു തരം ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന അവസ്ഥ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലൊരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന അവസ്ഥ. ഈ VIP കൾച്ചറിന്റെ തുടക്കം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിന്നുമാണ്. അത് അതേപോലെ സ്വതന്ത്ര ഭാരതത്തിലും തുടരുവാൻ നെഹ്റു അനുവദിച്ചു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇതേപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരത്തിലും കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. ഭീലായി സ്റ്റീൽ പ്ലാന്റിലെ പ്രധാന ആശുപത്രിയിൽ അവിടെ രാവിലെ 8 മണിക്കാണ് ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങുന്നത്. സാധാരണ 8 മണിക്ക് മുൻപ് തന്നെ നീണ്ട ക്യൂ അവിടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും കുട്ടികളും തൊഴിലാളികളും അടക്കം ധാരാളം പേർ അതിരാവിലെ തന്നെ ക്യൂവിൽ വന്ന് നിൽക്കും. രാവിലെ തന്നെ വന്ന് ക്യൂവിൽ നിന്നാൽ മാത്രമേ 10 മണിയോടെങ്കിലും ഡോക്ടറിനെ കണ്ടിട്ട് സ്കൂളിലും തൊഴിൽശാലകളിലും ഒക്കെ ചെന്ന് പറ്റുവാൻ സാധിക്കൂ. എന്നാൽ ഡോക്ടറിനെ കാണുവാൻ വേണ്ടി ഒരു VIP ക്യൂ കൂടെ അവിടെ ഉണ്ട്. അവിടെ നിൽക്കുന്നത് ഭീലായി സ്റ്റീൽ പ്ലാന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ഭാര്യമാർ, ബന്ധുക്കൾ, കുട്ടികൾ, ഇവരൊക്കെയാണ് ആ ക്യൂവിൽ നിൽക്കുന്നത്. ഈ ഡോക്ടർ ആദ്യത്തെ അരമണിക്കൂറിൽ പരിശോധിക്കുന്നത് VIP ക്യൂവിലുള്ളവരെയാണ്. ഈ VIP ക്യൂവിൽ നിൽക്കുന്നവർ 8:30 ആകുമ്പോഴേക്ക് തിരിച്ചു പോകും. ബാക്കിയുള്ളവർ ഉച്ചയ്ക്ക് 1 മണി വരെ അവിടെ ക്യൂവിൽ നിൽക്കും. ഈ ഭീലായി സ്റ്റീൽ പ്ലാന്റ് ഒരു ഉദാഹരണം മാത്രമാണ്. 2014 മുമ്പ് സമൂഹത്തിന്റെ പല മേഖലകളിലും ഈ VIP കൾച്ചർ നിലനിന്നിരുന്നു. നിങ്ങൾക്കും പുറകോട്ടൊന്നും നോക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും. 2014 മുൻപുള്ള VIP കൾച്ചറിന്റെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. 2014 മുൻപ് ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ചുവപ്പും നീലയും ഉള്ള ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച കാറിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇവന്മാർ വൈകുന്നേരം വീട്ടിൽ പോകുന്നതായിരിക്കും, പക്ഷേ ഈ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ്, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നമ്മൾ സമന്മാരല്ല, ഈ ഒരു പ്രതീതി പൊതുജനങ്ങൾക്കുള്ളിൽ സൃഷ്ടിച്ചാണ് ഇവന്മാരുടെ യാത്ര. നമ്മൾ സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നാണ് വെപ്പം. ഇതെന്ത് സോഷ്യലിസമാണ്? സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ എല്ലാവരും തുല്യരാവേണ്ടതല്ലേ? എന്നാൽ മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ ഈ പ്രശ്നമില്ല. അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം സകലരും ക്യൂവിൽ നിൽക്കും. 2014 മുൻപ് ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണുന്നില്ലേ? അത് കോൺഗ്രസ് ഭരണകാലത്ത് റോബർട്ട് വദ്രയും അയാളുടെ സകല ബന്ധുക്കൾക്കും VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇവരെ ഒന്നും അന്ന് എയർപോർട്ടിൽ പോലും ഫ്രിസ്ക് ചെയ്തിരുന്നില്ല. ഇങ്ങനെ VIP ട്രീറ്റ്മെന്റ് കിട്ടാൻ ഇവരൊക്കെ ആരാണ്? ഞാൻ പ്രധാനമന്ത്രി ആയല്ല, പ്രധാന സേവകനായാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നൊരു പ്രധാനമന്ത്രി പറഞ്ഞിടത്തു നിന്നാണ് ഭാരതത്തിലെ ഈ VIP കൾച്ചർ നിന്നു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ആധുനിക ഭാരതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അത് പറഞ്ഞ മനുഷ്യനെ സോഷ്യലിസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവന്മാരെല്ലാം കൂടെ ആക്ഷേപിക്കുകയാണ്. എന്തൊരു വങ്കത്തരമാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന VVIP കൾച്ചർ ഒരു വലിയ അളവോളം നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഒരു സ്വാഭാവിക പരിണാമമായിരുന്നു. ഇങ്ങനെ ഒരു VIP കൾച്ചർ ഇവിടെ വളർന്നു വരുന്നത് ഇവിടെ ഈ സോഷ്യലിസം പറഞ്ഞുകൊണ്ട് നടന്നവർക്ക് ആർക്കും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, മനസ്സിലായെങ്കിൽ തന്നെ അതില്ലാതാക്കാൻ ഇവരൊന്നും ചെയ്തുമില്ല. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ മെൻഡറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.